പുളിങ്കുന്ന് പഞ്ചായത്തിലെ പുത്തൻതോട് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പണിത താൽക്കാലിക ബണ്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി തുടങ്ങി. നീരൊഴുക്ക് നിലച്ച് തോട്ടിലെ ജലം മലിനമായതോടെ പ്രദേശവാസികൾ പ്രക്ഷോഭം ആരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. വിഷയം പൊതുജന ശ്രദ്ധയിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും എത്തിച്ച KCV ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെ അഭിനന്ദിച്ച് വാർഡ് മെമ്പറും പ്രദേശവാസികളും. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി 6-7 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പുത്തൻതോട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പാലം പണിയുടെ സൗകര്യാർത്ഥം 2022 മാർച്ചിൽ തോടിനു കുറുകെ മുട്ടിടുകയും താൽക്കാലികമായി നടപ്പാലം നിർമ്മിക്കുകയും ചെയ്തു. 3 കോടി രൂപയ്ക്ക് മേൽ ടെൻഡർ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. തോടിന്റെ ഇരുകരകളിലുമായി ഈ കാണുന്ന നിർമ്മിതിയൊഴികെ പറയത്തക്ക യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. 2022 ഒക്ടോബറിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന നിർമ്മാണ ജോലികൾ എങ്ങുമെത്താതെ വരികയും തോട്ടിലെ ജലം മലിനമാവുകയും ചെയ്തതോടെ പ്രദേശവാസികൾ പ്രതിഷേധം ആരംഭിച്ചു. ഏപ്രിൽ 5-ന് KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയെ തുടർന്ന് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ മാസം 19-ന് പ്രദേശവാസികൾ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ശക്തമായ സമരപരിപാടികൾ കൂടി സംഘടിപ്പിച്ചതോടെയാണ് തോട്ടിലെ മുട്ടുപൊളിക്കാൻ തീരുമാനമായത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന 100 കണക്കിന് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു തോടായിരുന്നു. അതുപോലെ വെള്ളനാട് ഭാഗത്തുനിന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, പുളിങ്കുന്ന് ആശുപത്രി, അതുപോലെ പിന്നെ വെല്ലുപള്ളി ഒത്തിരി ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അക്കരെ സൈഡിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് പോകണം. അതുപോലെ തന്നെ ഈ വെള്ളിസാക്ക പാടത്ത് നെല്ല് എടുത്തുകൊണ്ട് വണ്ടിയെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇരട്ടി കൂലി കൊടുത്താണ് വള്ളത്തെ ഈ നെല്ല് കയറ്റി അത് വണ്ടിയെ കയറ്റിയൊക്കെ പോകുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതനുസരിച്ച് പിന്നെ വണ്ടി കയറത്തക്ക രീതിയിലുള്ള പാലം വരിക എന്നുള്ള നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. പാലത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ 6-7 വാർഡുകളിന്റെ 2 കരകളിലും താമസിക്കുന്ന ഏതാണ്ട് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പുളിങ്കുന്നിൽ നിന്ന് കാവാലത്തേക്കുള്ള ഈ പുത്തൻതോട് 2 കരയിലുള്ള ഏതാണ്ട് 800ഓളം കുടുംബങ്ങൾ വളരെ ദുരിതത്തിലാണ്. അഴുക്ക് വെള്ളമാണ്. വെള്ളം കെട്ടി നിന്ന് പോളയും ചീഞ്ഞ് പാടത്തെ കളനാശിനിയും കീടനാശിനിയൊക്കെ അടിക്കുന്ന വെള്ളമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായ സമരത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ 6-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരം ഇവിടെ നടത്തുകയും അതുപോലെ തന്നെ KCV, മലയാള മനോരമ അടക്കമുള്ള ദൃശ്യ മാധ്യമങ്ങൾ വളരെയധികം പിന്തുണ ഇതിന് ഈ നാട്ടുകാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വാർഡ് മെമ്പർ പുഷ്പ ബിജു KCV ന്യൂസിനോട് പറഞ്ഞു. മുട്ടുപൊളിക്കണമെന്നത് പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ ജനം അത്രയേറെ വിഷമിച്ചിരുന്നുവെന്നും പുഷ്പ ബിജു ചൂണ്ടിക്കാട്ടി. ഇപ്പം വർഷം ഇപ്പൊ 2.5 കഴിഞ്ഞു. ഈ 2.5 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ട്. കാരണം ഒന്ന് പാലം പണിയുന്നില്ല, അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അതുകൂടാതെ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, വെള്ളം കരിയോയിൽ പോലായി. അതുപോലെ പുഴു അരിച്ച് അതിനേക്കാൾ ഉപരി ഒരു 2-3 ആൾ പൊക്കത്തിൽ പോള വളർന്നു കിടക്കുകയാണ്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ സമീപത്തെ വെള്ളിസ്രാക്കല്, അതുപോലെ നൂറ്റുനാടി, ചിറക്കാൻ പാടം എന്നീ പാടശേഖരത്തിലെ കൊയ്ത്തും കഴിഞ്ഞ് അവർ തീയിട്ട് കച്ചി ചീഞ്ഞ് ആ വെള്ളം കൂടെ ഈ തോടിന്റെ നടുക്കൂടുള്ള ഈ റോഡിലൂടെ തൂമ്പിട്ടിട്ടുണ്ട്. ഒരു 5-6 തൂമ്പ് ഇട്ടിട്ടുണ്ട്. ഈ തൂമ്പിനകത്തൂടെ വെള്ളം ഒഴുകി ഈ നാട്ടുകൂട്ടിലേക്കാണ് ഒഴുകുന്നത്. അത് നമ്മുടെ ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി നമുക്ക് വാർഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മാനസികമായിട്ട് വളരെയധികം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 19-ാം തീയതി നമ്മൾ ഒരു ജനകീയമായ ഒരു ധർണ നടത്തിയത്. ആ ധർണയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇതിനു മുന്നേ നമുക്കറിയാം KCV-യുടെ സഹായം ഒരുപാട് പ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവരിവിടെ വന്ന് ഇതിന്റെ ഈ അവസ്ഥ കണ്ട് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും നെല്ല് കയറ്റിയ വള്ളങ്ങളും കടന്നുപോയ നാട്ടുതോടുകൾക്ക് മരണമണി മുഴങ്ങിയ കാഴ്ചയാണ് കുട്ടനാട്ടിൽ കാണാനാവുന്നത്. പുളിങ്കുന്ന് പുത്തൻതോടിനും പ്രതാപകാലമുണ്ടായിരുന്നു. പുതിയ പാലം ഉയരുന്നതിനൊപ്പം അല്പം മനസ്സുകൂടി വെച്ചാൽ പുത്തൻതോട് യഥാർത്ഥ പുത്തൻതോടാക്കി മാറ്റാം.